എൻ്റെ അനുഭവസ്ഥയാണെന്ന് പറഞ്ഞ് വീണ്ടും ഈ സാധനം അടിച്ചേൽപ്പിക്കും. ചില ആൾക്കാർ ചെയ്യണത് മേടിച്ചില്ലെങ്കിൽ മേടിക്കാൻ അടുത്ത ആളുകൾ കൊടുത്തു പോരുകയല്ലേ. ഇതങ്ങനെയല്ല. ഇത് ഇവൾ കുറച്ചുകൂടി അവിടെ മുന്നോട്ട് പോവുകയാണ്. എന്നുവെച്ചാൽ ഇത് അയാളുടെ കൊടുക്കേണ്ടതാണ്. അയാളിത് വാങ്ങിക്കാത്തതിൻ്റെ കാരണം അയാൾക്ക് അനുഭവങ്ങളില്ലാത്ത കൊണ്ടാണ്. അപ്പം അവളുടെ സ്വന്തം അനുഭവങ്ങൾ പറഞ്ഞിട്ടും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടും ഈ സാധനം കൊടുക്കും. അതെന്നുവെച്ചാൽ സുവിശേഷ കൈമാറ്റത്തിന് വേണ്ടി വല്ലാത്ത തീഷ്ണതയാണ്. തീഷ്ണതയപ്പോൾ എന്താ പറയണമെന്നറിയാവോ? അത് നിങ്ങൾ മനസ്സിലാക്കണം നല്ലതാണ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ദൈവത്തിന് ആളിൻ്റെ നിക്ഷേപം പിടികിടത്തില്ലേ? നമുക്ക് നല്ല നിക്ഷേപം ഉണ്ടെങ്കിൽ ബാങ്കുകാർ നമ്മൾ ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിന്ന് നമ്മൾ ചായ പരത്തി തരുമല്ല. നമ്മൾ ലോണിന് ചെന്നാൽ അവർ മാനേജറിന് അവിടുന്ന് ബാത്റൂമിൽ പോയിരുന്ന് അകത്ത് കിടിപ്പിട്ടുകൊണ്ട് അവിടെ ഇരിക്കും. ആ വ്യത്യാസം അതാണ്, റേഷൻ്റെ വ്യത്യാസമാണ്. നമുക്ക് നല്ല നിക്ഷേപം ബാങ്കിലുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ മാനേജർ കസേര വരച്ചിട്ട് തരും, ചായ പരത്തി തരും. നമുക്ക് നിക്ഷേപം ഇല്ലെങ്കിൽ അയാൾ ആ കസേരന്ന് അപ്പം തന്നെ ഓടി പാത്ത് കളയും. എന്താ, നമ്മൾ ലോൺ എടുക്കാൻ വരികയാണെന്ന് അറിയാൻ പറ്റും. ഇതാണ് സംഭവം. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ തിരുസ്ഥേനയിൽ നമുക്ക് നിക്ഷേപം ഉണ്ടെങ്കിൽ നമ്മൾ പറയണ എല്ലാം നടക്കും. നിങ്ങൾ എപ്പോഴും ഉടമ്പടി എടുക്കുമ്പോൾ നിക്ഷേപം ഉണ്ടാക്കാൻ നോക്കണം. ഉടമ്പടി എടുക്കുമ്പോൾ നിക്ഷേപം ഉണ്ടാക്കാൻ നോക്കണം. എന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇത്ര അങ്കലം ഇപ്പോൾ കിട്ടത്തില്ലേ? ജയിക്കുക ഇല്ലേ? ജോലി കിട്ടുക ഇല്ലേ? വിസയ്ക്ക് സായിപ്പ് പറഞ്ഞ് എനിക്ക് മനസ്സിലാകുക ഇല്ലേ? ഞാൻ പറഞ്ഞു അയാൾക്ക് മനസ്സിലാകുക ഇല്ലേ? അത് വിസ ഡേറ്റ് കിട്ടിയിട്ടില്ല. ഇപ്പം തന്നെ ഓർത്ത് വേർക്കുകയാണ്. എന്ത് കാര്യത്തിന്? നിനക്ക് ഇവിടെ വേണ്ടത് നിക്ഷേപമാണ് വേണ്ടത്.